പാടില്ലാത്തതാണ്. മിതമായ നിലക്കായിരിക്കണം അവൻ വസ്ത്രത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ദൂർത്തടിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ കണിശമായ പൊതു നിയമമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ അമിതമായി പോകരുത്, ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വലാ തുബസ്സിർ തബ്ദീറാ ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ശൈത്താന്റെ കൂട്ടുകാരാണവർ, ശൈത്താന്റെ ചങ്ങാതിമാരാണവർ, ശൈത്താന്റെ സഹോദരങ്ങളാണവർ, ദൂർത്തടിക്കുന്നവർ. അതിന് ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുലൂ വശ്റബൂ വതസദ്ദഖൂ വൽബസൂ മാ ലം യുഖാലിത് ഇസ്റാഫൻ വലാ മഖീല. നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ, വസ്ത്രം ധരിച്ചോളൂ, പക്ഷേ എന്ത് കലരരുത്, ഇസ്റാഫ് കലർന്നു പോകരുത്, ദൂർത്തടിച്ചു പോകരുത്. വലാ മഖീല, മഖീലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഹങ്കാരവും പൊങ്ങച്ചവും തന്റെ പ്രമാണിത്വമൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി വസ്ത്രധാരണത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. ഇന്നത്തെ കാലഘട്ടം സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള എല്ലാ തോന്നിയാസങ്ങളും വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. ഫാഷന്റെ പേരിൽ, ഫാഷൻ ഭ്രമത്തിന്റെ പേരിൽ ആളുകൾ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതല്ല പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആവശ്യത്തിനല്ല. ഓരോരുത്തർക്കും ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, ദൂർത്ത് കാണുന്നത് സ്ത്രീകളിലാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിലയുള്ള വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ ഓരോ ആഴ്ചയിലെ ചില പ്രത്യേകമായ പാർട്ടികൾക്ക് വേണ്ടി മാത്രം ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, അത് തന്നെ വസ്ത്രത്തിന്റെ കളറിനോട് യോജിച്ച വളകൾ, ആ കളറിനോട് തന്നെ യോജിക്കുന്ന പാദരക്ഷകൾ, അതിനോട് തന്നെ യോജിക്കുന്ന നെക്ലസുകൾ, മാലകൾ പോലെയുള്ള വസ്തുക്കൾ എല്ലാം പച്ചയാണെങ്കിൽ പച്ചമയം, മഞ്ഞയാണോ എന്നാ മഞ്ഞമയമാണ്, എന്താണോ കളർ അതിനോടനുബന്ധിച്ച് ദൂർത്തടിക്കുന്ന, വിവാഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പോകാൻ വേണ്ടി മാത്രം ഉടുക്കുന്ന വസ്ത്രങ്ങൾ, അത് വാഷബിൾ അല്ല, കഴുകാൻ പറ്റൂല, പക്ഷേ അതിന്റെ വിലകൾ എത്രയാണ്, ലക്ഷങ്ങളാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ഉടുത്ത് മടക്കി വെക്കാനുള്ള വസ്ത്രങ്ങൾ, പിന്നെ അത് വെള്ളം നനക്കാൻ പോലും പാടില്ല. ദൂർത്തടിക്കുകയാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. ഷെൽഫുകൾ തുറന്നു നോക്കിയാൽ എത്രയോ വസ്ത്രം അവർക്ക് തന്നെ അറിഞ്ഞൂടാ. എത്ര ജോഡിയാ നിനക്ക് വസ്ത്രം അറിഞ്ഞൂടാ. 10ഉം 100ഉം ജോഡി വസ്ത്രങ്ങൾ ഇങ്ങനെ ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. രാവിലെ ഒരു വസ്ത്രമാണെങ്കിൽ വൈകിട്ട് ധരിക്കാൻ വേറൊരു വസ്ത്രം. അങ്ങനെയൊക്കെ ദൂർത്തടിക്കുന്ന ആളുകളുണ്ട്. പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിൽ കവിഞ്ഞ് ഓരോ കാലഘട്ടത്ത് അവനവന്റെ ജോലിയുടെയും സൗകര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ദൂർത്തായിട്ട് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, ഏതാ ദൂർത്ത്. ദൂർത്തിന് നിർവചനം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയൂല. ഓരോരുത്തർ ചില ആൾക്കാർ ചെയ്യുന്ന ജോലി, അയാളുടെ അധ്വാനം, അയാളുടെ ജോലിയുടെ രൂപം, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും അത് ദൂർത്താണ്, അനാവശ്യമാണ് എന്ന് സ്വന്തം മനസ്സ് തന്നെ വിധി പറയും ഈ കാലഘട്ടത്തിൽ, ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും. നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കേൾപ്പിക്കുക. അവിടുന്ന് പറഞ്ഞു, വീട്ടിലുള്ള വിരിപ്പിനെ പറ്റി, പുതപ്പിനെ പറ്റി അവിടുന്ന് പറഞ്ഞതാണ് ഉദാഹരണമായി ഞാൻ കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫിറാശുൻ ലിർറജുൽ വഫിറാശുൻ ലിംറഅതിഹി വസ്സാലിസു ലിദ്ദൈഫി വറാബിഉ ലിശ്ശൈത്താൻ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജാബിറെ, ഫിറാശുൻ ലിർറജുൽ, ആണിന് ഒരു പുതപ്പ് വേണം, വഫിറാശുൻ ലിംറഅതിഹി, അവന്റെ ഭാര്യക്കും വെമ്പർനോൾക്കും വേണമെന്ന്, വസാലിസു ലിദ്ദൈഫി, കുട്ടികളൊന്നും ഇല്ലാത്ത കുടുംബത്തെ പറ്റി പറയാണ്, വസാലിസു ലിദ്ദൈഫി, ഒന്നാർക്ക് വേണം, അതിഥിയായിട്ട് വരുമ്പോ ഒന്ന് വേണ്ടേ, അതിലും അപ്പുറം ആർക്കും വേണ്ട, വീട്ടിലും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട, ഒന്ന് വെറുതെ അങ്ങനെ വെക്കുന്നതാണോ എങ്കിൽ അത് ശൈത്താനാണ്, ശൈത്താനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, ഒരു ദൂർത്തും ഒരു വലിയ പണച്ചിലവൊന്നുമില്ലാത്ത നിലക്കായിരിക്കണം നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലെടുത്തു, ഡിസൈൻ മാറി, വലിച്ചെറിഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, വസ്ത്രത്തെ കൊതിക്കുന്ന എത്ര ആളുകളുണ്ട് ലോകത്ത്? ലക്ഷക്കണക്കിന് ആളുകൾ. നമ്മൾ പറയും ആ കാലൊക്കെ പണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുക. പണ്ടൊന്നല്ല സഹോദരങ്ങളെ, എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ചാരിറ്റികളിൽ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന, ആ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്ന് പോയി നോക്കൂ നിങ്ങൾ. എത്രായിരം വസ്ത്രങ്ങളാണ് അവിടെ കുമിഞ്ഞുകൂടുന്നത്. ഇതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്?
ഇതിവിടുത്തെ ബലദീയ കച്ചറക്കൊട്ടയിലേക്ക് തള്ളുകയാണെന്നാണോ നമ്മൾ വിചാരിച്ചത്? അല്ല. ഇത് കിട്ടിയെങ്കിൽ എന്നാശിച്ചുകൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തുകിടക്കുന്നു. ഉപയോഗിച്ചൊരു പർദ്ദ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ, അല്പം കീറലുള്ളതാണെങ്കിലും പോറലുള്ളതാണെങ്കിലും തിരക്കിടില്ല, ഉപയോഗിച്ചൊരു വസ്ത്രം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ, അത് കിട്ടിയാൽ അന്ന് നമ്മുടെ മക്കൾക്ക് പുതിയ പുത്തനുടുപ്പ് വലിയ ചെറിയ പെരുന്നാളിനും അല്ലാത്ത അവസരങ്ങളിലുമൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം കൊണ്ട് അവർ തുള്ളിച്ചാടുന്നതിന്റെ 10 ഇരട്ടി നമ്മൾ ഉപയോഗിച്ച് മാറ്റിവെക്കുന്ന പഴയ വസ്ത്രങ്ങൾക്ക് ദാഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മറക്കരുത്. നമ്മൾ ആ ഓർമ്മ നമുക്ക് വേണം, ആ ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, എനിക്കിപ്പോൾ ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവൂ, അല്ലെങ്കിൽ അമിതമായി നമ്മൾ അതിനു വേണ്ടി പണം ചെലവഴിക്കരുത്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറുപടി. ഓരോരുത്തരുടെയും മനസ്സ് പറയും അവരോട്, ഇപ്പൊ നീ എടുത്തത് ആവശ്യമില്ലാത്തതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇത് അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. അതുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഒരു വിശ്വാസി ഇത് പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന വിഷയത്തിൽ സുദീർഘമായി മറ്റൊരു സെന്ററിൽ വെച്ച് വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തന വിരസത ഭയന്നുകൊണ്ട് സൂചന മാത്രം പറഞ്ഞു മതിയാക്കുകയാണ്. എന്ത്? വസ്ത്രം ധരിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. പുതിയൊരു വസ്ത്രം ലഭിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സ്തുതി മുഴുവൻ, അൻത കസൗതനീ, ഇത് നീയാണ് എന്നെ ധരിപ്പിച്ചത്, ഇതിന്റെ എല്ലാ അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിയ ലഹു, ഇതിന്റെ എല്ലാ ഖൈറിനെയും ഇത് നിർമ്മിച്ചത് കൊണ്ടുള്ള ഏതൊക്കെ ഖൈറുകളുണ്ടോ റബ്ബേ നിനക്കല്ലേ അറിയൂ, അതെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിയ ലഹു, ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വസ്തുവിന്റെയും അതേപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഷർറുകളും ഏതൊക്കെയാണോ അതിൽ നിന്നെല്ലാം അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സാധാരണഗതിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കേണ്ടത്, മൻ ലബിസ സൗബൻ, ആരെങ്കിലും വസ്ത്രം ധരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സ്തുതി, അവനാണ് എന്നെ ഇത് ധരിപ്പിച്ചത്, അവനാണ് ഇതെനിക്ക് നൽകിയത്, എന്റെ ഒരു കഴിവും പവറും ശക്തിയും കൊണ്ടൊന്നുമല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞകാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ വസ്ത്രം ധരിക്കുന്നതിലൂടെ പോലും നമ്മുടെ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിന് നിമിത്തമായ പ്രാർത്ഥനയുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഷർട്ട് ധരിക്കുകയാണ് നമ്മൾ ആദ്യം വലത്തേ കൈയിടുന്നു. പാൻസ് ധരിക്കുകയാണ്, വലതുഭാഗം കൊണ്ട് ആരംഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കാറുണ്ട്. ചില സ്പെഷ്യൽ കേസുകളിൽ ഒഴികെ ബാക്കിയൊക്കെ വലതുഭാഗത്തിനാണ് മുൻഗണന കൊടുക്കാറുള്ളത്. ഫീ തറജ്ജുലിഹി, അവിടുന്ന് മുടി ചീകി ഒതുക്കുമ്പോൾ വരെ, മുടിയും താടിയും ചെയ്യുമ്പോൾ ആദ്യം വലതുഭാഗം കൊണ്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ തനഉലിഹി, പാദരക്ഷ ധരിക്കുമ്പോൾ നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കാറില്ല, എത്ര അവസരത്തിൽ നമ്മൾ ചെരുപ്പ് ധരിക്കുന്നു, ഊരിയിടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്ത് നമ്മളതിൽ പാലിച്ചാൽ സഹോദരങ്ങളെ നമ്മൾക്ക് ഒരു പുണ്യമുണ്ട്. അതിൽ എന്താ? പ്രവാചകൻ പറയാണ്, ആദ്യം ധരിക്കുമ്പോ വലത് കാല് കൊണ്ട് ധരിക്കുക, ഊരുന്നതും വലത്തേ കാലിൽ നിന്നാവുക അവസാനം. അപ്പൊ ആദ്യം ഊരേണ്ടത് എങ്ങനെയാ? ഇടത്തേ കാലിൽ നിന്ന് ഊരിയിട്ട് വലത് കാലിൽ അവസാനിപ്പിക്കുക. അപ്പൊ ആദ്യം ഷൂടുമ്പോഴും ചെരുപ്പിടുമ്പോഴും സോക്സ് ഇടുമ്പോഴൊക്കെ വലത് കാലിന് മുൻഗണന കൊടുക്കുക. ഷർട്ടിടുമ്പോ അതുപോലെ തന്നെ മനുഷ്യൻ ആ നിലക്ക് ചെയ്യാവുന്നതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ കാര്യങ്ങളും യുഅ്ജിബുഹു തയമ്മുൻ, വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കാറുണ്ടായിരുന്നു. അതിനെ പ്രവാചകൻ അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. ചെരുപ്പ് ധരിക്കുമ്പോഴും അതുപോലെ തന്നെ അവിടുന്ന് വുളൂ ചെയ്യുമ്പോഴും ശുദ്ധീകരണത്തിന്റെ അവസരങ്ങളിലും എല്ലാം അതൊരു സുന്നത്തായ സംഗതിയാണ്. പിന്നെ പ്രാർത്ഥന നിർവഹിക്കുക. പിന്നെ നമുക്ക് സംശയമുണ്ടാകുന്നത് ഏത് കളറാണ് നമുക്ക് ധരിക്കൽ അനുവദനീയമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസുൽ ബിയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും പരിശുദ്ധിക്കും ഏറ്റവും നല്ലതും. അതാണ് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ആ വെള്ളമില്ലാത്ത ഏത് കളർ ഇട്ടൂടെ ഇടാം, കുങ്കുമവർണം ഒഴികെ. കുങ്കുമവർണം
സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർ ആ നിലക്കുള്ള വസ്ത്രങ്ങൾ അത് ചില പ്രത്യേക രാജ്യങ്ങളിൽ, നമ്മുടെയൊക്കെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകളുടേതാണ് പീതവർണം എന്ന് പറയുന്ന കുങ്കുമവർണം ഇതൊക്കെ പറയാവുന്ന ആ നിലക്കുള്ള അവർ മാത്രം ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള കളറുകളാണെങ്കിൽ ആ രാജ്യത്തിലെ ആ സ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട് അതും ഒഴിവാക്കുന്നത് തന്നെയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഏതായാലും ഭിന്നമായ വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഇല്ല. ഐക്യകണ്ഠേന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ചുവപ്പ് വസ്ത്രം പുരുഷന് ധരിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ചുവപ്പ് വസ്ത്രം ധരിക്കുന്നതിന് വിരോധമില്ല, അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും നല്ലത് വെള്ളവസ്ത്രമാണ്. മറ്റുള്ള ഏത് വസ്ത്രവും ഉപയോഗിക്കാം. ഇതാണ് നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ ആളുകൾ രൂപങ്ങളുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരച്ച ഷർട്ടും ബനിയനും ഒക്കെ ധരിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കൂലെങ്കിലും അല്ലെങ്കിലും പാടില്ല. ബനിയനിലൊക്കെ കാണാം ഇഷ്ടതാരങ്ങൾ. അത് സിനിമാ താരങ്ങളാവാം, കായിക താരങ്ങളാവാം, അല്ലെങ്കിൽ കായിക രംഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന താരങ്ങളുടെ ആ നിലക്കുള്ള ചിത്രങ്ങൾ വധിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ കുതിരയുടെ ചിത്രം, അല്ലെങ്കിൽ ക്രോക്കഡോയിൽ, അല്ലെങ്കിൽ ആമ, മയൽ, എന്തെങ്കിലും ആവട്ടെ, ഈ രൂപത്തിലുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളും വഹിച്ചുകൊണ്ട് അത് നമ്മുടെ വസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ മാറ്റേണ്ടതാണ്. നമ്മുടെ വസ്ത്രത്തിൽ, ഒരു മുസ്ലിമിന്റെ വസ്ത്രത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് വളരെ കർശനമായി തന്നെ ഇസ്ലാമികമായി പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ അത് നമ്മെ ഉണർത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ നാം പുരുഷനായാലും സ്ത്രീയായാലും വസ്ത്രം മറക്കേണ്ടുന്ന ആദ്യ കാര്യം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചത് നഗ്നത പറയലാണ്. ഇന്ന് പലപ്പോഴും സഹോദരങ്ങളെ, പുരുഷന്മാരുടെ വേഷത്തെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായൊരു സംഗതി. ഇപ്പോ എല്ലാ അധിക ആളുകളും വസ്ത്രം ഇങ്ങനെ വളരെ ടൈറ്റ് വസ്ത്രം ധരിക്കും. ടൈറ്റ് വസ്ത്രം ധരിച്ചിട്ട് നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പടച്ചതമ്പുരാനെ എന്താണ് കാണേണ്ടി വരുന്നല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. മുന്നിൽ സഫിലുണ്ടാവും ഒരു ചങ്ങാതി നിസ്കരിക്കുന്നുണ്ടാവും, ഈ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഇവന് റുക്കൂഴിലേക്ക് പോകുമ്പോൾ ഇവന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പാൻറ് ഇങ്ങനെ താഴോട്ടും ഇവന്റെ അടിവസ്ത്രം ഇങ്ങനെ മേലോട്ട് വേണം, ആവറത്ത് വെളിവാകുകയാണ്. കാരണം ഇറക്കമുള്ള വസ്ത്രമല്ല അവൻ ധരിച്ചിട്ടുള്ളത്, ഇറക്കല്ല, നേരിയൊരു കുട്ടിക്കുപ്പായാണ്. എന്നിട്ട് ഇവൻ റുക്കൂഴിലേക്ക്